4 raised to x is equal to 4 by 2 raised to x. ഇതിൽ നിന്നും എക്സിൻ്റെ വില എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായി നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എക്സ് ആയിട്ട് പവറുള്ള നമ്പേഴ്സിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ 2 raised to x ഇൻറ്റു 4 raised to x എന്ന് എഴുതുന്നു. is equal to 4 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താക്കും, എല്ലാ നമ്പേഴ്സിനും 2ൻ്റെ പവറിലേക്ക് മാറ്റി എഴുതും. ഏറ്റവും ചെറിയ പവർ ഏതാണോ അതിൻ്റെ ബേസ് ആക്കിയിട്ട് നമ്മൾ ഇതിനെ മാറ്റി എഴുതും. അപ്പോൾ നമുക്ക് 2 raised to x ഇൻറ്റു നമുക്ക് 4നെ 2 സ്ക്വയർ എന്നാക്കി മാറ്റി എഴുതാം. അപ്പോൾ 2 സ്ക്വയർ ഹോൾ റൈസ്ഡ് ടു എക്സ് ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് 2 raised to x ഇൻറ്റു 2 സ്ക്വയർ ഹോൾ റൈസ്ഡ് ടു എക്സിന് നമുക്ക് 2 raised to 2x എന്ന രീതിയിലേക്ക് എഴുതാവുന്നതാണ്. ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് എഴുതാം. നമ്മൾ നോക്കുക, ഇവിടെ എല്ലാത്തിൻ്റെ ബേസ് 2 ആണ്. എല്ലാ നമ്പേഴ്സും 2 ആണ്. പവർ മാത്രമാണ് വ്യത്യാസമായി വരുന്നത്. നമുക്ക് അതേപോലെ അടുത്ത സ്റ്റെപ്പിൽ 2 raised to x ഇൻറ്റു 2 raised to 2xനെ നമുക്ക് 2 raised to x പ്ലസ് 2 raised to 2xന് നമുക്ക് 2 raised to x പ്ലസ് 2x എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ. ഇപ്പോൾ ഇവിടെ നമ്പർ സെയിം ആയി. രണ്ട് സൈഡിൽ 2 ആണ് നമ്പർ. നമുക്ക് പവേഴ്സ് മാത്രം എടുത്ത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമുക്ക് 2സിനെ വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കളയുകയും ചെയ്യാം. നമുക്ക് പവേഴ്സിനെ മാത്രം എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് 2x ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സ് പ്ലസ് 2x നമുക്ക് 3x എന്ന് എഴുതാം. 3x ഈസ് ഈക്വൽ ടു 2. എക്സ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക നിയമമാണെന്ത്, a raised to x പ്ലസ് a raised to n ഈസ് ഈക്വൽ ടു a raised to x പ്ലസ് n എന്ന ഒരു നിയമം.